നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 17 2025 എസ്റ്റിമേറ്റ് കണക്ക് ലഭ്യമായിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വീക്കെൻഡിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഹൃദയപൂർവ്വം, അതോടൊപ്പം ഓഡിയൻസിനെ സീറ്റടിച്ചിൽ നിർത്തുന്ന ആനിമെ മൂവി ഡെമോൺ സ്ലെയർ, ഇൻഫിനിറ്റി കാസിൽ, ഈ 3 ചിത്രങ്ങളും കേരള ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. ഈ 3 ചിത്രത്തിൽ ടോപ്പ് റണ്ണിൽ ഏത് ചിത്രമാണ് തുടരുന്നത്, ഏതാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്കൊന്ന് പരിശോധിക്കാം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവർക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയ റിക്വസ്റ്റ് നിങ്ങളോട് ചെയ്യാറുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത മാന്യ സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം നമ്മൾ വീഡിയോ കാണുന്ന 96% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്ന നിരാശ കൂടി നിങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജയകരമായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സബ്സ്ക്രൈബ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് നിങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന വിശ്വാസത്തോടെ നമ്മൾ തുടങ്ങുന്നു. 2025 സെപ്റ്റംബർ 14 ഞായറാഴ്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 5,30,00,000 രൂപയാണ്. 88,50,00,000 ഏതാണ്ട് 100 കോടിയിലേക്ക് അടുക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ മാത്രമാണ് ഈ ലോക എന്ന ചിത്രത്തിന്റെ ഈ പെർഫോമൻസ് എന്നത് നമ്മൾ മറന്നു പോകരുത്. സിനിമ റിലീസായി 17 ദിവസം കഴിഞ്ഞിട്ടും കേരള ബോക്സ് ഓഫീസിലും GCC ബോക്സ് ഓഫീസിലും ഈ സിനിമയ്ക്ക് കാണികൾ കുറയുന്നില്ല എന്ന് മാത്രമല്ല, കൂടുകയും ചെയ്യുന്നു. ഒരു പക്ഷേ നിലവിലെ മലയാളത്തിലെ പല റെക്കോർഡുകളും ലോക എന്ന ചിത്രം കടപുഴക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ദുൽഖർ സൽമാൻ പ്രൊഡക്ഷന് ഇത് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ അച്ചീവ്മെന്റ് ആണ്. അടുത്തത് ഹൃദയപൂർവ്വം. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ, മാളവിക മേനോൻ, സംഗീത് പ്രതാപ് എന്നിവർ ഒന്നിച്ചഭിനയിച്ച ഒരു ചിത്രമാണ് ഹൃദയപൂർവ്വം. സെപ്റ്റംബർ 14 2025 ഞായറാഴ്ച ഹൃദയപൂർവ്വം എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 1,42,00,000 രൂപയാണ്. 17 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഹൃദയപൂർവ്വം എന്ന ചിത്രം സ്വന്തമാക്കിയത് ഇതുവരെ 38,02,00,000 രൂപയാണ്. ലോകക്കൊപ്പം റിലീസ് ചെയ്ത് ലോകയോളം എത്തിയില്ലെങ്കിൽ പോലും ഒട്ടും തോറ്റുകൊടുക്കാതെ ഒരു സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് മോഹൻലാൽ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം. സിനിമാറ്റിക് വാല്യൂ, മോഹൻലാൽ സ്റ്റാർഡം, ഫാമിലി ഓഡിയൻസ് പുൾ, ഈ 3 ഘടകങ്ങളും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ സ്റ്റഡി റണ്ണിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിന്റെ കളക്ഷൻ ലെവൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പുതിയ റിലീസുകൾ വന്നിട്ടും കളക്ഷനിൽ ക്രാഷിംഗ് സംഭവിക്കാതെ മുന്നേറുന്നത് കാണുമ്പോൾ ഇത് വലിയൊരു സൂപ്പർ ഹിറ്റിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് ഡെമോൺ സ്ലെയർ, ഇൻഫിനിറ്റി കാസിൽ. സെപ്റ്റംബർ 14 2025 എസ്റ്റിമേറ്റ് കണക്ക് പ്രകാരം ഈ ജപ്പാൻ അനിമെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സെപ്റ്റംബർ 14 ഞായറാഴ്ച സ്വന്തമാക്കിയിരിക്കുന്നത് 1 കോടി രൂപയാണ്. 3 ദിവസത്തെ ആകെ ഫിഗർ ഇതുവരെ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുന്നു. അനിമെ മൂവി ക്രേസ് കേരളത്തിൽ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്ന് ഇതിന്റെ കളക്ഷൻ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എസ്പെഷ്യലി യൂത്ത് ഓഡിയൻസ്, മൾട്ടിപ്ലക്സ് ക്രൗഡ്, ഇവരാണ് കളക്ഷൻ പുൾ ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ. ഈ കളക്ഷൻ ലെവൽ നിലനിർത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ചിത്രം നേടാൻ പോകുന്നത് ഏകദേശം 5 കോടിയോളം രൂപയായിരിക്കും. ഓവറോൾ സെപ്റ്റംബർ 14 2025 കേരള ബോക്സ് ഓഫീസ് പെർഫോമൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ക്ലിയർ ബ്ലോക്ക് ബസ്റ്റർ റൺ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളക്ഷൻ ഇനിയും ഉയരുമെന്നും പല റെക്കോർഡുകളും ലോക ചാപ്റ്റർ നമ്പർ 1 ചന്ദ്ര എന്ന ചിത്രം തൂക്കിയെറിയുമെന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഹൃദയപൂർവ്വം എന്ന ചിത്രം സ്റ്റഡി ഫാമിലി ഹിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഓണം സീസണിൽ വന്ന ചിത്രങ്ങളിൽ ലോക കഴിഞ്ഞാൽ ഹൃദയപൂർവ്വമാണ് ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 17 ദിവസങ്ങൾക്കുള്ളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഈ ചിത്രം സ്വന്തമാക്കിയത് 38 കോടിയോളം രൂപയാണ്. ഡെമോൺ സ്ലെയർ, ഇൻഫിനിറ്റി കാസിൽ എന്ന ജപ്പാൻ ആനിമെ ചിത്രം കേരളത്തിൽ സർപ്രൈസ് ഹിറ്റടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
കേവലം 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയത് ഏതാണ്ട് 3 കോടിയോളം രൂപയാണ്. അടുത്ത വീക്കെൻഡോട് കൂടി ഇപ്പോഴുള്ള ചിത്രങ്ങളുടെ കൂടുതൽ പെർഫോമൻസിന്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3 ചിത്രങ്ങളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചിത്രം ഏതാണെന്ന് ദയവായി കമന്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്തുണക്കൂ. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. ഗുഡ് ബൈ.